ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം കേട്ടോ. 57/2024 കാറ്റഗറി നമ്പർ വരുന്ന ഒരു എക്സാം ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മളിത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറായി. അപ്പൊ എത്ര ക്വസ്റ്റ്യൻ വന്നു? 8 16 16 24 240 ക്വസ്റ്റ്യൻ ആയി നമ്മൾ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇന്നത്തോട് കൂടിയിട്ട് 3 ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ. അപ്പൊ 240 ക്വസ്റ്റ്യൻ നമ്മൾ പരിചയപ്പെട്ടു. 240 ഇന്നത്തോട് കൂടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 240 ക്വസ്റ്റ്യൻസിൽ എത്ര ക്വസ്റ്റ്യൻസ് അറിയാണ്ട് വന്നു എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാത്ത ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കാൻ. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഏത് ഭാഗത്ത് നിന്ന് വന്നതാണ്, ഏതാണ് ഏരിയ, ജോഗ്രഫി ആണോ, ഹിസ്റ്ററി ആണോ, കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ എന്നൊക്കെ നോക്കുക. എന്നിട്ട് ആ ഭാഗങ്ങൾക്ക് എന്ത് ചെയ്യുക, കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. എന്നും പറയുന്ന പോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കണേ, ലൈക്ക് ചെയ്യുക കേട്ടോ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിൽ കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രദ്ധിക്കണം കേട്ടോ, നല്ല രീതിയിൽ ശ്രദ്ധ കൊടുത്തിട്ട് ചെയ്യണം. താഴെ തന്നിരിക്കുന്നവയിൽ ദാദാബായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഇവിടെ ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ്. ശരിയാണ് അല്ലെ. അപ്പൊ ഒന്ന് എന്തായാലും ആൻസർ ആയിട്ട് വരണം അല്ലെ. ഒന്ന് എന്തായാലും ആൻസർ ആയിട്ട് വരണം. അങ്ങനെയാണോ? ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് അല്ലെ. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ഒന്ന് വരുന്ന ഓപ്ഷനൊക്കെ എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്തിട്ട് ഇടണം. കണ്ടോ, ഇവയെല്ലാം ശരിയാണ് പറഞ്ഞാൽ എന്തായി, ഒന്നും അതിൽ വന്നു അല്ലേ. അപ്പൊ എന്ത് ചെയ്യും, കണ്ടോ ആൻസർ എത്തില്ലേ. കണ്ടോ, നമ്മൾ അടുത്ത 3 ഓപ്ഷൻ നമ്മൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ആൻസർ ഏത് വന്നു? സി വന്നു. എന്നാലും നമുക്കൊന്ന് വായിച്ചു പോകാം. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. ശരിയായ പ്രസ്താവനയാണ്. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആണോ? അല്ല, തെറ്റാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികനാണ് ദാദാബായ് നവറോജി. ശരിയായ പ്രസ്താവനയാണ് അല്ലേ. അപ്പൊ ഇവിടെ 3 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനല്ല. ആരാണ്? എ ഒ ഹ്യൂം ആണ് അല്ലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ എ ഒ ഹ്യൂം. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വതന്ത്ര സമര സേനാനി. അത് ജന്മാവകാശമാണ് അല്ലെ. നമ്മൾ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു ജന്മാവകാശമാണ്. ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ബാലഗംഗാധര തിലകൻ. താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ പഠിക്കണം കാരണങ്ങൾ? മൂന്നാമത്തെ ആൻസർ ഡി ആണ് കേട്ടോ. ഇവയെല്ലാം ശരിയാണ്. അപ്പൊ 4 ആൻസറും പഠിച്ചു വെച്ചോ. 1857 വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ് കർഷകരുടെ ദുരിതങ്ങള്, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപ്പായിമാരുടെ ദുരിതങ്ങൾ. ഇതൊക്കെ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസഫ് അലിയാണ് കേട്ടോ. അരുണ ആസഫ് അലി. പ്രീവിയസ് ആയിട്ട് വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അരുണ ആസഫ് അലിയെ വിശേഷിപ്പിച്ചത് ആരാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഗാന്ധിജിയാണ് എന്നുള്ളതും കൂടി ഒപ്പം ചേർത്ത് പഠിക്കുക. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആരാണ്? ആൻസർ സി ആണ് കേട്ടോ. സൂര്യ സെൻ ആണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത്. സൂര്യ സെൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പൊ ഇതില് പ്രസ്താവനകൾ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ 6 ആൻസർ വരുന്നത് ഡി ആണ് കേട്ടോ. 1, 2, 3, 4 ഒക്കെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. 4 എണ്ണം പഠിച്ചു വെച്ചോ. മാപ്പിള കലാപം എന്നറിയപ്പെടുന്നത് മലബാർ കലാപമാണ്. മലബാർ സ്പെഷ്യൽ പോലീസ് MSP അല്ലെ എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം. 4 ആൻസർ പഠിച്ചു വെക്കണം കേട്ടോ. 1921 മലബാർ കലാപം. കാലഗണന അനുസരിച്ചിട്ട് ക്രമപ്പെടുത്തുക. 7ാമത്തെ ആൻസർ വരുന്നത് സി ആണ് കേട്ടോ. ആദ്യം ഏത് വരും? കുണ്ടറ വിളംബരം വരും. പിന്നെ 3 മലയാളി മെമ്മോറിയൽ 1891 പിന്നെ ഏതാണ്?
4 വരും. ഗുരുവായൂർ സത്യാഗ്രഹം 1931, നിവർത്തന പ്രക്ഷോഭം 32 അല്ലെ, അങ്ങനെയാണ് ഓർഡർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്തത് ചേരുംപടി ചേർക്കുക. നവോത്ഥാന നായകരും സംഘടനകളും. അയ്യങ്കാളി ചേരുംപടി ചേർക്കാനാണ്, അതുകൊണ്ട് പിന്നെ നമുക്ക് സൗകര്യമാണ്. ഇതിൽ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്, തെറ്റായിട്ടുള്ളത് ഏതെന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത് അല്ലെ. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തും അല്ലെ. അയ്യങ്കാളി ഏതാണ്? സാധുജന പരിപാലന സംഘം അയ്യങ്കാളി അല്ലെ. 1 ഓപ്ഷൻ ഏത് വരണം? 2 വരണം അല്ലെ. 1ന്റെ ആൻസർ ഏത് വരണം? 2 വരണം. നോക്കൂ, ഇവിടെ 1ന്റെ ആൻസർ 2 വരുന്നത് ഇതൊന്നുണ്ട്. പിന്നെ അടുത്തത് ഏതാണ്? 3 ആണ് വരുന്നത്. തെറ്റ് അല്ലെ. ഇവിടെ ഏതാണ്? 1 തന്നെയാണ് വരുന്നത്. തെറ്റാണ്. കണ്ടോ? പിന്നെ മറ്റു 3 ഓപ്ഷൻ നമ്മളവിടെ വായിക്കണ്ട. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അങ്ങോട്ട് നമുക്ക് പോകാം. അപ്പൊ മാത്സ് ഒക്കെ നമുക്ക് ഇത്തിരി ടഫൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യുമ്പോഴൊക്കെ ഒരു കൺഫ്യൂഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ എന്ത് ചെയ്യാം, കൂടുതൽ സമയം അവിടെ ഇതാക്കാം കേട്ടോ. അപ്പൊ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. പിന്നെ 2 പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷ ദൈവസഭ, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, വൈകുണ്ഠ സ്വാമികള് സമത്വ സമാജം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? ഏതാണ് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി? വേദാധികാര നിരൂപണം അല്ലെ. ദൈവദിശകം, ആത്മോപദേശ ശതകം, ദർശനമാല, ഇതൊക്കെ ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത്, വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണ്? ടി.കെ. മാധവൻ നേതൃത്വം നൽകി. കണ്ടോ? അപ്പൊ ആൻസർ 2 എന്തായാലും ഓപ്ഷനിൽ ഉണ്ടാകണം. ഓപ്ഷനിൽ ഏതുണ്ടാകണം? 2 എന്നുള്ള ആൻസർ ഉണ്ടാകണം. അപ്പൊ എയും വെട്ടി സിയും വെട്ടി. ഇനി ഇവയെല്ലാം ശരിയാണ്. പിന്നെ 1, 2, 4 ഇവിടെ നമുക്ക് നോക്കാം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ്. A.K. ഗോപാലനായിരുന്നു വോളണ്ടിയർ ക്യാപ്റ്റൻ. ആണോ? AKG വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ് കേട്ടോ. സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭൻ, അതിന്റെ കൂടെ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആണ്. അപ്പം 3 വരുന്ന ഓപ്ഷൻ നമുക്ക് എല്ലാം ഒഴിവാക്കണം. 3 ഏതാണ്? 3 വരുന്ന ഓപ്ഷൻ ഒഴിവാക്കണം അല്ലെ. അപ്പൊ ഇവയെല്ലാം ശരിയാണെന്ന് വരുമോ? ഇല്ല. അപ്പൊ ഇത് ഒഴിവാക്കാം. അപ്പൊ 1, 2, 4 ശരിയായിട്ടുള്ള ആൻസർ അല്ലെ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ചോദിച്ചാൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭമാണ്, ആദ്യത്തെ പ്രക്ഷോഭമാണ് കേട്ടോ. അതുപോലെ ടി.കെ. മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് സവർണ ജാഥ നയിച്ചു. അങ്ങനെ 3 ആൻസർ കറക്റ്റ് പ്രസ്താവനയാണ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന വർഷം. ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എപ്പോഴാണ്? ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എപ്പോഴാണ്? നിങ്ങളൊപ്പം ചെയ്യാനാണ് സമയം തരുന്നത്. 1950 ജനുവരി 26. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഏത് ഭേദഗതിയാണ്? 86ാമത്തെ ഭേദഗതിയിലെ 2002 കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ് മൗലിക കടമകളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്? ഭാഗം 4A അല്ലെ. ഭാഗം 3 മൗലിക അവകാശമാണ്. ഭാഗം 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ മാർഗനിർദ്ദേശക തത്വങ്ങളാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മൗലിക അവകാശങ്ങളിൽ ഏത് വരില്ല? സ്വത്തവകാശം വരില്ല. ഉൾപ്പെടാത്തത് സ്വത്തവകാശമാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം വരും അല്ലെ. സമത്വത്തിനുള്ള അവകാശം വരും, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇതൊക്കെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്താണ്? നമ്മുടെ ഇന്ത്യ നമുക്കറിയാം എഴുതപ്പെട്ട ഭരണഘടനയാണ്. നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയില്ലേ. ബ്രിട്ടൻ ആണ്. അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. ബ്രിട്ടൻ. അപ്പൊ ഇന്ത്യ കണ്ടോ, ഇന്ത്യ ഏതാണ്? എഴുതപ്പെട്ട ഭരണഘടനയാണ് അല്ലെ. ബ്രസീൽ, ഓസ്ട്രേലിയ ഒക്കെ. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? D.Y. ചന്ദ്രചൂഡ്. അദ്ദേഹം എത്രാമത്തെയാണ്? 50ാമത് കേട്ടോ. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് D.Y. ചന്ദ്രചൂഡ്. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഓം ബിർള. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ BP മേനോനെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? ഏതൊക്കെയാണ് താഴെ തന്നിട്ടുള്ളതിൽ
ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പൊ നിങ്ങൾ 4 ഓപ്ഷൻ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, 4 ഓപ്ഷനിൽ ഏറ്റവും എളുപ്പം ഏത് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് നമുക്കറിയാം VP മേനോനാണ്. ആൻസർ ഏതിൽ വരണം? സി എന്ന ആൻസർ എന്തായാലും ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ എ മാത്രം പറയുമ്പോൾ അത് തെറ്റിട്ടു. ഇനി നോക്കൂ, ഓരോന്ന് നോക്കിക്കേ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി ആണ് ആര്? VP മേനോൻ എന്ന് പറയുന്നത്. എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമാണ്. ആണോ? അല്ല അല്ലെ. ഫസൽ അലി, KM പണിക്കര്, HN കുൻസ്രു, ഇവർ 3 പേരാണ് ഏതിൽ വരുന്നത്? പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ. അപ്പൊ ഇത് തെറ്റാണ് അല്ലെ. ബി വരുന്ന ഓപ്ഷൻ നമുക്ക് അങ്ങോട്ട് മാറ്റണം. പിന്നെ 1952 അസമിലെ ഗവർണറായിട്ട് ചുമതലയേറ്റു. അസമിലെയാണോ? അസമിലെയാണ് ഗവർണർ. ഒഡീഷയിലെ വരുന്നത് VP മേനോൻ ഒഡീഷയിലെ ഗവർണറായിട്ടാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ എയും സിയുമാണ് കേട്ടോ. എയും സിയുമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർച്ചുഗലിന്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏതാണ്? ഏതാണ് പോർച്ചുഗലിന്റെ അധീനതയിലായിരുന്ന പ്രദേശം എന്ന് പറയുന്നത്? എ ആണ് അല്ലെ. ഗോവയാണ് കേട്ടോ. ഗോവ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആരാണ്? ആരാണ്? വിക്രം സാരാഭായി. അതുകൊണ്ടാണ് VSSC ഡയറക്ടർ, VSSC എന്നല്ലേ നമ്മൾ പറയുന്നത്. ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത്? ബൊക്കാറോ. ബൊക്കാറോ ആരാണ്? 21ാമത്തെ ആൻസർ ബൊക്കാറോ റഷ്യ ആണ് അല്ലെ. റഷ്യ ആണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? സുസ്ഥിര വികസനം. 22ാമത്തെ ആൻസർ സുസ്ഥിര വികസനമാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ കേരള സർക്കാരിന്റെ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യം പഠിക്കുക. താഴെ പറയുന്നവയിൽ കേരള സർക്കാരിന്റെ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണെന്നുള്ളത് ആദ്യം പഠിക്കണം കേട്ടോ. സഞ്ജയ ആണ് കേട്ടോ. സഞ്ജയ. അത് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ മുകളിൽ പറഞ്ഞവ എല്ലാം. ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഇവിടെ തന്നെ പഠിച്ചു വെക്കോട്ടെ. അതിനിത് നാളേക്ക് പഠിക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. അപ്പോൾ ഈ സഞ്ജയ എന്ന ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നൽകുന്ന സേവനങ്ങൾ: 1 ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി സർട്ടിഫിക്കറ്റ് കേട്ടോ. കെട്ടിട നികുതി, കെട്ടിട വയസ്സ്, അതിന്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റും. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെ AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി പറയുന്ന പേര് എന്താണ്? എന്താണ്? ശൈലി. അപ്പൊ അത് ജീവിത ശൈലി രോഗങ്ങൾ അതൊക്കെ നമുക്ക് അങ്ങോട്ട് വിട്ടിടാം അല്ലെ. പിന്നെ 24ാമത്തെ ആൻസർ ഏത് വരും? സേഫ് കേരള അല്ലെ. സേഫ് കേരള. കേരളത്തിന് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട് അല്ലെ. നാളെ ആ ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചു. ആ സമയത്ത് ഒരു തലേ ദിവസം ഒരു ഹെൽമെറ്റ് വാങ്ങിക്കല്, 2 ആള് ബാക്കിൽ ഇരിക്കുന്ന പോണ സമയത്ത് ആ ഹെൽമെറ്റിൽ വണ്ടിയിൽ പോകുന്ന സമയത്ത് എവിടെയാണ് ക്യാമറകൾ ഒന്ന് നിരീക്ഷിക്കല്. ഒരാഴ്ചയൊക്കെ അതിന്റെ ചൂടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ചൂടുണ്ടായിരുന്നു അല്ലെ. ഇന്ത്യൻ ഉപദ്വീപീയ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ അല്ലേ. ആണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയുമാണ് കേട്ടോ. ഈ ഉപദ്വീപീയ നദികള് കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി. കൃഷ്ണയ്ക്ക് ഏതാണ്? നർമ്മദ, താപ്തി, ഇതൊക്കെ ഉപദ്വീപീയ നദികളാണ്. കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി ഒക്കെ കിഴക്കോട്ട് ഒഴുകുന്നതാണ് കേട്ടോ. നർമ്മദയും താപ്തിയും മാത്രമാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ കേട്ടോ. 25ാമത്തെ ബി ആണ് ആൻസർ. 2 മാത്രം കേട്ടോ. ഞാൻ ഒന്ന് നിങ്ങളുടെ കൂട്ടുകാരോട് പറയണേ. അപ്പൊ ചിലപ്പോ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്ക് വരുന്നത് കാരണം ഞാൻ ഇത് സ്വയം ചെയ്ത് നോക്കിയിട്ട് അതാണ് കുറച്ച് സമയം എടുക്കുന്നത് കേട്ടോ. എനിക്ക് ഒപ്പം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ആൻസർ നോക്കിയിട്ടാണ് പിന്നീടാണ് ഞാൻ ആൻസറിലേക്ക് നോക്കുന്നത്. ജസ്റ്റ് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നാൽ സ്നേഹത്തിന്റെ ഭാഷയിൽ താഴെ ഒന്ന് ചൂണ്ടിക്കാണിക്കണം കേട്ടോ. ചന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് പ്രൊജക്ട് ഡയറക്ടർ? 26 വീരമുത്തുവേൽ അല്ലേ. വീരമുത്തുവേലാണ് അല്ലെ. വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3 കേട്ടോ. അപ്പൊ ചന്ദ്രയാൻ 1 ഒപ്പം പഠിക്കുക. അണ്ണാദുരൈ. ചന്ദ്രയാൻ ഒക്കെ തമിഴിന്റെ ഒരു പേരാണ് വരുന്നത് അല്ലെ. ചന്ദ്രയാൻ 1ന്റെ അണ്ണാദുരൈ, ചന്ദ്രയാൻ 3ന്റെ വീരമുത്തുവേൽ കേട്ടോ. വീരമുത്തുവേൽ.
ഇവരൊക്കെ കെ ശിവൻ, മാധവൻ. അപ്പൊ സോമനാഥിന് മുമ്പുള്ളതാണ് കെ ശിവൻ അല്ലെ, ISRO ചെയർമാനാണ്. പിന്നെ മാധവൻ നായർ, അവരൊക്കെ എന്താണ് ISRO ചെയർമാൻമാരായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായതാണ് അല്ലെ. കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം എന്താണിത്? ചെയ്യാൻ കഴിയുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് കിട്ടില്ല അല്ലെ ഇത്. കേരളത്തിൽ ഏലം വിളിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകം ഏത് വരും? സി ആണ് കേട്ടോ. നീർവാർച്ചയുള്ള മണ്ണാണ്. നമ്മൾ അവിടെ എക്സാം ഹാളിൽ നിന്നിട്ട് 50 ഡിഗ്രി സെൽഷ്യസ് മുകളിലുള്ള ചൂടൊക്കെ ഏലമൊക്കെ അങ്ങോട്ട് കരിഞ്ഞു പോകുന്നൊക്കെ ചിന്തിക്കാം അല്ലെ. അങ്ങനെ ചിന്തിക്കുക. 50 സെന്റിമീറ്റർ താഴെ മഴയെ പറയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അല്ലെ, തീരെ മഴ കമ്മിയാക്കുക. പിന്നെ നമ്മൾ പെട്ടെന്ന് എത്തും എന്താണ് ഈ ലാറ്ററൈറ്റ് മണ്ണിക്ക് നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ പോയി എന്ന് വരും. കാരണം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ഏത്? ലാറ്ററൈറ്റ് മണ്ണ്. ചിലപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഏലം വിള അതുകൊണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ ചിന്തിക്കാം അല്ലെ. അപ്പൊ അവിടെ ചിന്തിക്കണ്ട കേട്ടോ. നീർവാർച്ചയുള്ള മണ്ണ്, അതായത് മണ്ണിന് എന്താണ് ജലാംശം ഉണ്ടാവും അല്ലെ. നീർവാർച്ചയുള്ള മണ്ണാണ് ഏലം വിളിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകം കേട്ടോ. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അറബിക്കടലുമായിട്ട്. അപ്പോ ഇവിടെ ഇതാണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ്. ശരിയാണെന്ന് വിചാരിക്കുന്നു, ഞാൻ ആൻസർ നോക്കിയിട്ടാട്ടോ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ്. ഗുജറാത്ത് നമുക്കറിയാം പടിഞ്ഞാറാണ്, ഗോവ പടിഞ്ഞാറാണ്, മഹാരാഷ്ട്ര പടിഞ്ഞാറാണ്. അപ്പൊ ആൻസർ ഏത് വരും? 28ാമത്തെ ആൻസർ ബി ആണ് അല്ലെ, ആന്ധ്രാപ്രദേശ് ആണ്. യെസ്, ആന്ധ്രാപ്രദേശ് ആണ്. അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട് പോകണം കേട്ടോ. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം, രേഖാംശ സ്ഥാനം നമ്മൾ പഠിക്കാറുണ്ട്. അക്ഷാംശ സ്ഥാനം എപ്പോഴും പഠിക്കുമ്പോൾ വടക്കാണ്, ഇവിടെ നോർത്ത് എന്നുള്ളത് വരണം കേട്ടോ. 8 ഡിഗ്രി 4, 29ാമത്തെ ശരിയല്ലേ? ആണ് അല്ലേ, സി ആണ്. 8 ഡിഗ്രി 4 വടക്ക്, 37 ഡിഗ്രി 6 വടക്കിനാണ് കേട്ടോ. ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന നോക്കിയാലോ. ഗംഗ ആണോ? മാനസ സരോവർ എന്ന് പറയുമ്പോൾ തന്നെ അവിടുന്ന് മാറിയില്ലേ. അറബിക്കടലിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അറബിക്കടലിലാണോ പതിക്കുന്നത്? സിന്ധു ആണ് അറബിക്കടലിൽ പതിക്കുന്നത് അല്ലെ. ഗംഗയൊക്കെ എവിടെയാ പതിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിലാണ് ഗംഗ. അതായത് ഹിമാലയൻ നദികളായിട്ടുള്ള സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതില് സിന്ധു മാത്രം പടിഞ്ഞാറ് ചെന്ന് പതിക്കും, ഗംഗയും ബ്രഹ്മപുത്രയും കിഴക്കോട്ടാണ് ചെന്ന് പതിക്കുന്നത്. പടിഞ്ഞാറോട്ട് എന്ന് പറയുമ്പോൾ അറബിക്കടലില്, കിഴക്കോട്ട് എന്ന് പറയുമ്പോൾ ഇവര് ബംഗാൾ ഉൾക്കടല്. അപ്പൊ ഇത് തെറ്റാണ്. മാനസ സരോവർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ആൻസർ വരില്ല. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ. 2900 കിലോമീറ്റർ നീളമല്ല, അത് നമ്മുടെ സിന്ധുവിനല്ലേ, സിന്ധുവിനെ അത് കൊടുക്കുന്നത്. ഗാങ്ടോക്ക്, ഗംഗയുടെ പോഷക നദി. അപ്പൊ ക്വസ്റ്റ്യൻ ഡിലീഷൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ആൻസർ കറക്റ്റ് ആയിട്ട് എത്തിപ്പെടാനുള്ള ഇല്ലാത്തത് കൊണ്ട് കേട്ടോ. വെള്ളവും വളവും കണികാരൂപത്തിൽ, കണ്ടോ നമ്മുടെ SCRT അതേ പോയിന്റ് അല്ലേ. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? ഹരിതഗൃഹ കൃഷിയല്ലേ പറയുന്നത്. 31ാമത്തെ ഫെർട്ടിഗേഷൻ അല്ലെ, ഫെർട്ടിഗേഷൻ ആണ് അല്ലെ, ഫെർട്ടിഗേഷൻ. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി ഫെർട്ടിഗേഷൻ. പിന്നെ ഈ ഹരിതഗൃഹ കൃഷി നമ്മൾ എന്താണ് നമ്മുടെ SCRT പറയുന്ന പോയിന്റ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതായത് ഈ തണുപ്പ് കൂടിയ സ്ഥലങ്ങളില് സ്ഫടിക മേൽക്കൂരയൊക്കെ ഇട്ടിട്ട് കൃഷിയെ കൊണ്ടുവരുന്നതാണ് അല്ലെ. ഇത് പറയുന്നത് ഹരിതഗൃഹ കൃഷി എന്ന് പറയുന്നത് ഫെർട്ടിഗേഷൻ ആണ് കേട്ടോ. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി ഫെർട്ടിഗേഷൻ. തെറ്റരുത് കേട്ടോ, ഫെർട്ടിഗേഷൻ ആണ്. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എപ്പോഴാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. ഇപ്പൊ നമ്മുടെ കാലാവസ്ഥ, ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന ടൈം അല്ലെ. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ ഏതാണ്? തുലാം കഴിഞ്ഞു, വൃശ്ചികമാണ് അല്ലെ. ഇപ്പൊ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളല്ലേ വരിക. 32ാമത്തെ ആൻസർ എ ആണ് അല്ലെ, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരി അല്ലാത്തത് ഏത്? നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ആണോ? ശരിയാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ. തെറ്റാണ് അല്ലെ, പെരിയാറാണ് വരുന്നത്. ഭാരതപ്പുഴ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. ശരിയാണ്. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, ശരിയല്ലാത്തതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബി ആണ്. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി. ഇതിൽ തന്നെ നോക്കൂ, മീശയൊക്കെ നമുക്കറിയാം ഹരീഷിന്റെയാണ് അല്ലെ, ഹരീഷിന്റെയാണ്. ജീവിതം ഒരു പെൻഡുലം ആരുടേതാണ്? ശ്രീകുമാരൻ തമ്പിയുടേതാണ് കേട്ടോ. ശ്രീകുമാരൻ തമ്പിയുടേതാണ് ജീവിതം ഒരു പെൻഡുലം. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായിട്ട് ആചരിക്കുന്നു? ചെറുധാന്യ വർഷം അല്ലെ, മില്ലറ്റ് വർഷം. മില്ലറ്റ് വർഷമായിട്ടാണ് 2023 ആചരിക്കുന്നത്. 2024 ഒട്ടക വർഷം കേട്ടോ. ഈ വർഷം ഒട്ടക വർഷം. പിന്നെ 2025 ഗ്ലേസിയറുകളുടെ വർഷം. ഗ്ലേസിയർ കേട്ടോ, ഗ്ലേസിയർ.
പെരിയാറിന്റെ പോഷക നദികൾ ഏതെല്ലാം? മുതിരമ്പുഴ എന്തായാലും ആൻസർ ആയിട്ട് വരണ്ടേ. നമുക്ക് അറിയില്ലേ, പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള മുതിരമ്പുഴയിലാണ് 1940 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിക്കുന്നത്. അപ്പൊ മുതിരമ്പുഴ പെരിയാറിന്റെ പോഷക നദികളാണ്. ഒന്ന് എന്തായാലും ആൻസർ വരുമ്പോൾ ഒന്നില്ല, അതുകൊണ്ട് ബി അങ്ങോട്ട് അവിടെ വെട്ടിക്കൊടുക്കുക അല്ലെ. നമുക്ക് 36ാമത്തെ ആൻസർ നമുക്ക് നോക്കി ചെയ്താലോ. പിന്നെ പെരിഞ്ചാംകുട്ടിയാർ, ഇതെനിക്ക് അറിയില്ല കേട്ടോ, സത്യം പറഞ്ഞ ഇത് വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. തൊടുപുഴയാറ്, കട്ടപ്പനയാറ്, ഇവിടെ ആൻസർ വരുന്നത് സി ആണ് കേട്ടോ. 1, 2, 4 36ാമത്തത് 1, 2, 4 ആൻസർ കേട്ടോ. 36 സി തന്നെയാണ്. ഇപ്പൊ മുതിരമ്പുഴ, പെരിഞ്ചാംകുട്ടിയാർ, പിന്നെ കട്ടപ്പനയാറ് കേട്ടോ. കട്ടപ്പനയാറ് പെരിയാറിന്റെ പോഷക നദികളാണ്. അടുത്തത് ചേരുംപടി ചേർത്തേ. നെയ്യാർ, ഇത് വന്യജീവി സങ്കേതങ്ങൾ തന്നിട്ടുണ്ട്, ജില്ലയും തന്നിട്ടുണ്ട് അല്ലെ. നെയ്യാർ എവിടെയാണ്? തിരുവനന്തപുരത്ത് തന്നെയാണ് അല്ലെ. ഒന്ന് തന്നെ വരണം ആണോ? 37ാമത്തത് ആൻസർ ഏത് വരും? 1. നെയ്യാർ എവിടെയാണ്? തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പൊ 1ന്റെ ആൻസർ 1 തന്നെ വരുന്നത് ഏത് നോക്കൂ. ഇതുണ്ടോ? ഇല്ല. ഇതുണ്ടോ? ഇല്ല. കണ്ടോ, നേരെ ഏലിക്കെത്തി അല്ലെ. ചെന്തുരുണി എവിടെയാണ്? നേരിട്ട് തന്നതാണ് കേട്ടോ. നമ്മൾ കിടന്നിട്ട് 1, 3 ആണോ 4 ആണോ എന്ന് തരാൻ വേണ്ടിയിട്ടാണ്. 2 കൊല്ലം. കരിമ്പുഴ എവിടെയാണ്? മലപ്പുറം. കൊട്ടിയൂര്, കണ്ണൂർ കേട്ടോ. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ കാറ്റലിൻ കാരിറ്റോ, ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? ഇവിടെ വൈദ്യശാസ്ത്ര മെഡിക്കൽ വിഭാഗമാണ് അല്ലെ. മെഡിക്കൽ വിഭാഗം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കി വിടാം അല്ലെ. ഇവിടെ ഏതാണ്? mRNA വാക്സിൻ വികസിപ്പിച്ചതിന്. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്. 39ാമത്തെ ആൻസർ ചെയ്ത് നോക്കണം കേട്ടോ. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം, ശരിയാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ്, ശരിയാണ്. പിന്നെ ഏതാണ്? 1978 നിലവിൽ വന്ന, ശരിയാണ്. തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നു, തെറ്റാണ് അല്ലെ. ഇരവികുളം തേക്കടി ഒന്നും അറിയപ്പെടുന്നില്ല. 39ാമത്തെ ആൻസർ ഡി ആണ് കേട്ടോ. 4 മാത്രമാണ് അല്ലേ. 39ാമത്തെ ആൻസർ ഡി അല്ലേ വരുന്നത്? 39 ഡി ആണ് കേട്ടോ. 4 മാത്രം. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ്? പോത്തുങ്കലാണ് കേട്ടോ. പോത്തുള്ളവിടെയൊക്കെ നല്ല ശുചിയായിട്ട് വെക്കണം എന്ന് ചിന്തിക്കുക കേട്ടോ. പോത്തുകളിനെ അങ്ങനെ കണക്ട് ചെയ്യണേ. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് പോത്തുങ്കൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏതിലാണ്? തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ വേമ്പനാട്ട് കായലാണ് കേട്ടോ. വേമ്പനാട്ട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അല്ലേ. മുതിരമ്പുഴയാറ് പെരിയാറിന്റെ പോഷക നദിയായ മുതിരമ്പുഴയാറില് 1940 തന്നെ എന്ത് വന്നിട്ടുണ്ട്? ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നിട്ടുണ്ട്. അത് കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ഏത് കണ്ടെത്തുക? പള്ളിവാസൽ എന്തായാലും വരണം അല്ലേ. അപ്പൊ 1 എന്തായാലും ആൻസർ ആയിട്ട് വരണം. അപ്പൊ നോക്കൂ, ഏത് ആൻസർ വരും? 42ാമത്തെ എ ആണ് കേട്ടോ. 1 മാത്രം. പള്ളിവാസല്. ചെങ്കുളം 1954 ചെങ്കുളം 1954 എൻ്റെ ഒരു ഓർമ്മ. ഒക്കെ തെറ്റുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. 1954 തോന്നുന്നു. രണ്ടും എവിടെയാണ്? പള്ളിവാസലും ചെങ്കുളവും പെരിയാറിന്റെ പോഷക നദിയായ മുതിരമ്പുഴയാറിലാണ്. കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. തീരപ്രദേശത്തിന്റെ പ്രത്യേകതകളാണ്. 43 ഇത് വരും സി ആണ് കേട്ടോ. 1 മാത്രം. ഉപ്പ് രസമുള്ള എക്കൽ മണ്ണാണ് കേരള തീരപ്രദേശത്തിന്റെ പ്രത്യേകത പറയുന്നത് കേട്ടോ. ഏതാണ്? ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ്. ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം. ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാടാണ് വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി. ഇപ്പൊ കേരളം ഉണ്ടെങ്കിൽ നമ്മൾ ഓടിപ്പോയിട്ട് എഴുതില്ല. കാരണം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ പ്ലേറ്റും കൊണ്ട് പോയത് നമ്മൾ ഓർക്കല്ലേ. അപ്പൊ നമ്മൾ വേഗം എന്ത് ചെയ്യും? നമ്മുടെ കേരളത്തിൽ തന്നെ ഇരിക്കട്ടെ, ആ ഒരു ഇത് കൊടുക്കും. പക്ഷെ തമിഴ്നാടാണ്. താഴെ എഴുതിയവരിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സുന്ദർബൻ അല്ലേ, സുന്ദർബൻ ഡെൽറ്റ എന്ന് നമ്മൾ പറയില്ലേ. 45 ഏത് വരും? ബി ആണ് അല്ലേ, സുന്ദർബൻ ഡെൽറ്റ. നിങ്ങൾ ഇല്ല അതുകൊണ്ട് ഇതല്ല ആൻസർ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരരുത് കേട്ടോ. എഴുതാതെ വരരുത്. കാരണം PSC അവിടെ കൊടുത്തിട്ടുണ്ടാവും ആൻസർ. ഓക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. വീടെത്തുമ്പോൾ നമ്മൾ അതിൽ
പറഞ്ഞിട്ടും പിന്നെ ഒന്നും നടക്കില്ല. അപ്പൊ എഴുതിയിട്ട് വരണം. അക്ഷര മിസ്റ്റേക്ക് ഒന്നും അവിടെ നിങ്ങൾ നോക്കാൻ പാടില്ല. സുന്ദർബൻ ഡെൽറ്റ എന്നല്ലേ നമ്മൾ പറയാ, പശ്ചിമ ബംഗാളിൽ അല്ലെ. ഇതാണ് ശരിയായിട്ടുള്ളത്. ആരവല്ലി എന്നൊക്കെ പറയുന്നത് എന്താണ്? പർവ്വതങ്ങളാണ് അല്ലെ. ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കാലാവസ്ഥാ ഉച്ചകോടിയാണ് പറയുന്നത്. എന്താണ്? 46 ഡിയിലെ കാലാവസ്ഥാ വ്യതിയാനമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 47, 11 മൗലിക കടമകൾ അല്ലെ. കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? തിരൂർ ബേപ്പൂർ. 48 തിരൂർ ബേപ്പൂർ. ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലാക്ടോമീറ്റർ 49. നമ്മൾ ഇന്നലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത സമയത്ത് ഇന്നലെ ഞാൻ കുറച്ചു നേരം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 49 പാലിലാണ് അല്ലെ. UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? ഏതാണ്? കോമൺവെൽത്ത് രാജ്യങ്ങളാണ്. കോമൺവെൽത്ത് രാജ്യങ്ങളാണ്. ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്തത് നൈട്രജൻ ആണ്. അപ്പൊ ഹരിതഗൃഹ വാതകങ്ങളിൽ പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്. INA-യുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാം? ഇന്ത്യൻ നാഷണൽ ആർമി ആരാണ്? സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയും. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം അല്ലെങ്കിൽ വൈറ്റമിൻ ഏതാണ്? അസ്ഥികളുടെ എന്ന് പറയുമ്പോൾ തന്നെ ഏത് വരണം? അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. 53 ഏത് വരും? സി ആണ് അല്ലെ. ജീവകം ഡി. റിക്കറ്റ്സ് എന്ന് പറയും അല്ലെ. റിക്കറ്റ്സ് എന്ന് പറയും. അതായത് ഈ അസ്ഥികളുടെ എന്താണ് ക്ഷയിച്ചിട്ട് ഈ അസ്ഥികൾ എങ്ങനെയെന്ന് പറയാ, ഈ വളഞ്ഞ പോലെ അസ്ഥികൾ എന്ത് ചെയ്യാണ്? വളയുകയാണ് ചെയ്യുന്നത് കേട്ടോ. വളയുക കേട്ടോ. അങ്ങനെ കാണുന്ന ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് കണ എന്ന് പറയുന്നത്, റിക്കറ്റ്സ് കേട്ടോ. അപ്പൊ ജീവകം ഡിയുടെ അപര്യാപ്തതയാണ് കേട്ടോ. അപ്പൊ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വൈറ്റമിൻ കൂടിയിട്ടാണ് ജീവകം ഡി. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നെല്ലാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഈ മുണ്ടകൻ കൃഷിയാണ് കേട്ടോ. കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്ന് ഏതാണ്? 55 പറമ്പിക്കുളം അല്ലേ. പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകള്? 56 ഇത് വരും എ ആണ് കേട്ടോ. 1, 2, 3 ശരി. ഇത് തെറ്റാണ്. അപ്പൊ നമുക്ക് ഈ 3 ആൾക്കാരെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. ശരിയാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. ശരിയാണ്. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. ഈ പോയിന്റ് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഇതേപോലെ എഴുതണം കേട്ടോ. ഈ 3 പോയിന്റുകൾ എഴുതി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യാം. 2023 കേരളത്തിൽ നിപ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല 2023 നേരെ കോഴിക്കോട്ടേക്ക് പോവാ അല്ലെ. കോഴിക്കോട്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീട നിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? വെളുത്തുള്ളി മിശ്രിതമൊക്കെ എന്താണ്? സൗഹാർദ്ദപരമായിട്ടുള്ളതാണ് അല്ലെ. വേപ്പിൻ കുരു സത്ത്. പിന്നെയോ 58 ഏത് വരും? എന്താണ്? ഉറുമ്പ് പൊടി പറയുമ്പോൾ എന്താണ്? കെമിക്കലാണ് അല്ലെ. കെമിക്കലാണ്. അപ്പൊ ഇത് എന്താണ്? പരിസ്ഥിതിക്ക് സൗഹൃദകരമല്ല. ഇവിടെ ആൻസർ വരുന്നത് ഉറുമ്പ് പൊടിയാണ് കേട്ടോ. മിത്രകീടങ്ങളും വേപ്പിൻ കുരു സത്തും വെളുത്തുള്ളി മിശ്രിതവും ഒക്കെ എന്താണ്? പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള കീട നിയന്ത്രണങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷി രീതിയെ പറയുന്ന പേര് എന്താണ്? വേരുകൾ വായുവിലേക്ക്. ഇത് ഈ കണക്റ്റിൽ നിന്ന് നിങ്ങൾ എടുക്കണം ആൻസർ. ഏത് വരും? വായുവിലേക്ക് വരുമ്പോൾ എയറോപോണിക്സ് അല്ലെ. എയറോപോണിക്സ്. ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? പ്രകീർണനമാണ്. ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ കണ്ടെത്തുക. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ആൻസർ 1 എന്തായാലും ഉണ്ടാണ്. എല്ലാം 1 ഉണ്ട് അല്ലെ. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. ന്യൂക്ലിയസിൽ കാണപ്പെടുന്നത് പ്രോട്ടോണും ന്യൂട്രോണുമാണ്. ന്യൂക്ലിയസ് എന്താണ്? ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഏത്? ഇലക്ട്രോൺ എന്ന് പറയുന്നത് അല്ലെ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ഇവിടെ 61 ആൻസർ ഏത് വരും? ബി ആണ് വരിക അല്ലെ. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഹൈഡ്രജൻ വാതകം ഏത് സന്ദർഭത്തിലാണ്? ഇതിൽ പെട്ടെന്ന് കിട്ടും നിങ്ങൾക്ക്. 62 A ആണ് അല്ലെ, നമ്മൾ പഠിക്കാറുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ഈ ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിലിംസിനാണെങ്കിലും ലാസ്റ്റ് ഗ്രേഡിലാണെങ്കിലും ഹൈഡ്രജൻ ഓക്സിജൻ ഒരു ടോപ്പിക് തന്നെ പഠിക്കാനുണ്ട്. നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഹോട്ട് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഹൈഡ്രജൻ ഓക്സിജന്റെ ക്ലാസ്സുകൾ കിടക്കുന്നുണ്ട്. പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകും. ഇരുമ്പിന്റെ അയിര് ഏതാണ്? ഹെമറ്റൈറ്റ്. പാരപ്പെറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം. പാരപ്പെറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് വീഴുമ്പോൾ എന്ത് സംഭവിക്കും? പറയൂ. സിയിലെ ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു കേട്ടോ. ഗതികോർജം വർദ്ധിക്കുക, സ്ഥിതികോർജം കുറയുന്നു. ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? INS മഹേന്ദ്രഗിരിക്ക് ഏത് സംസ്ഥാനത്തിന്റെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? വെറൈറ്റി ആയിട്ടുണ്ട്. 65 ഏത് വരും? സി ആണ് കേട്ടോ, ഒഡീഷയാണ്. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം. വനിതകളുടെയാണ് ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാര്. സ്പെയിൻ ആണ്. സ്പെയിൻ. താഴെ തന്നിരിക്കുന്നവയിൽ വിസർജനാവയവം അല്ലാത്തത് ഏതാണ്? വിസർജനാവയവം അല്ലാത്തത് ഏതാണ്? ഹൃദയമാണ്. 67 ഹൃദയം. അപ്പൊ വൃക്ക, ത്വക്ക്, ശ്വാസകോശം വിസർജന അവയവങ്ങളാണ്. എഴുതി വെക്കാനായിട്ട് അറിയണ്ടില്ലെങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം. എലിപ്പനി എന്താണ്? ബാക്ടീരിയ രോഗമാണ്. പിന്നെ എയ്ഡ്സ് ഏതാണ്? വൈറസ് ആണ്. ഡിഫ്തീരിയ ബാക്ടീരിയ ആണ്. ക്ഷയം ബാക്ടീരിയ ആണ് അല്ലെ. അപ്പൊ എയ്ഡ്സ്. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥയെ പറയുന്ന പേര്. ഇലാസ്തികത നഷ്ടപ്പെട്ട് വൈറ്റൽ കപ്പാസിറ്റി കുറയുക, അവിടെ തന്നെ കിട്ടും. പുകവലി മൂലം. ഇതുവരും എംഫിസിമയാണ് കേട്ടോ. എംഫിസിമ എഴുതി വെച്ചോ. കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ തെറ്റുമ്പോൾ നമ്മുടെ മനസ്സങ്ങോട്ട് പതർക്കാൻ. അന്ന് ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ട് ഒന്ന് നോട്ട് ചെയ്തില്ലാലോ, ആൻസർ തെറ്റിയല്ലോ എന്നുള്ളൊരു ഇത് വരരുത് കേട്ടോ. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ എംഫിസിമ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി. ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ. സുഹൃതം ക്യാൻസർ ആണ്. പറയൂ. 70 ബി ആണ് കേട്ടോ. എൽസയാണ്. എൽസ. നമുക്ക് ഈ എല്ല് തന്നെ ഉണ്ട്. ലെപ്രസി കണ്ടോ. എല്ല് നമ്മൾ അങ്ങനെ ഈ ഇനീഷ്യലൊക്കെ തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ ഇതിൽ അക്ഷരങ്ങൾ ഏതെങ്കിലും ഈ വാക്കുമായിട്ടുണ്ടോ നോക്കുക കേട്ടോ. എല്ല് പറയുമ്പോൾ നമുക്കറിയാം. ലെപ്രസി പറയുമ്പോൾ നമുക്കറിയാലോ കുഷ്ഠാണെന്ന് പറയും. അപ്പൊ എൽസ. 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ നൽകുന്നതിൽ ഏതാണ്? 71 ഡിയിലെ പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. ദഹന ഫലമായിട്ട് പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘുഘടകം ഏതാണ്? പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘുഘടകം അമിനോ ആസിഡ്. കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമായിട്ടുള്ള സൂക്ഷ്മജീവി. അടുത്തത് പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നതാണ്? പ്രമേഹം ഇൻസുലിന്റെ കുറവാണ് അല്ലെ. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ ഏതുവരും? ആരോഗ്യ കിരണം. സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനം. ആരോഗ്യ കിരണം. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായിട്ട് പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം ഏതാണ്? കക്കോടി കേട്ടോ. കക്കോടി കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായിട്ട് പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം കക്കോടി കോഴിക്കോട്. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ MS സ്വാമിനാഥൻ. 2023 സെപ്റ്റംബർ 28. പഠിച്ചോളാണ് കേട്ടോ. ഇതടക്കം ചോദിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 28. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏതാണ്?
പെരികാർഡിയം. ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണുന്നതാണ് പ്ലൂറ കേട്ടോ. ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ. ക്ഷയരോഗം BCG ജനിച്ച ഉടനെ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണി മ്യൂസിയം, സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്, മണ്ണി മ്യൂസിയം എവിടെയാണ്? പാറോട്ടുകോണം അല്ലേ? പാറോട്ടുകോണം എവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് എവിടെയാണ്? പാറോട്ടുകോണം. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, തിരുവനന്തപുരം തരാതെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പാറോട്ടുകോണം. ഓക്കെ, അപ്പൊ അങ്ങനെ 80 ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടു. നല്ല നല്ല പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലെ? കറണ്ട് അഫെയറിലൊക്കെ നല്ല ഒരു സ്പെഷ്യാലിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട് PSC. ഓക്കെ, പിന്നെന്താണ് പഠിക്കാനുള്ളത്? ഇത്രയും 80 ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ മൊത്തം എത്ര ക്വസ്റ്റ്യൻ പറഞ്ഞു? 240 ക്വസ്റ്റ്യൻ പറഞ്ഞു. 240 എണ്ണത്തില് എത്ര എണ്ണം അറിയാത്തതുണ്ട് എന്നുള്ളത് പഠിച്ചേ പറ്റൂ. കാരണം ഇപ്പൊ നമ്മൾ ഇന്ന് 3ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറല്ലേ എടുത്തത്. ഈ 3ൽ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് 1, 2 ഒക്കെ വന്നിട്ടില്ലേ? അപ്പൊ അതാണ് പറയുന്നത്, നല്ല ഇമ്പോർട്ടന്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ അവിടെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അല്ലെ? കാൽവിരലുകൾക്കിടയിലും പാദങ്ങളും ചൊറിച്ചിലുണ്ടാകുന്ന അത്ലറ്റ്സ് ഫുട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഏതാണ്? ഫംഗസ് അല്ലേ വരുന്നത് ചൊറിച്ചിൽ, അത്ലറ്റ്സ് ഫുട്ടിന് കാരണമാകുന്നത്? അത് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? 4ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. പിന്നെന്താ പറയാനുള്ളത്? നമ്മുടെ ന്യൂ SCRTയുടെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, കാണുക. നമ്മൾ ഇന്നലെ ഒരു 9ാം ക്ലാസ്സിലെ പാർട്ട് 2ന്റെ ജോഗ്രഫിയില് തീരങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വല്ലാത്തൊരു ലെസൺ ആയിരുന്നു അല്ലെ അത്? കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് തീരപ്രദേശം പഠിക്കാനുണ്ട് അല്ലെ? തീരസമതലങ്ങൾ, പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ തീരസമതലം ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എത്ര പുതിയ ക്വസ്റ്റ്യൻസ് ആണെന്ന് അറിയാം അതിൽ കിടന്നിരിക്കുന്നത്. നോക്കിക്കോട്ടെ, അടുത്ത എക്സാമിനുകളിന് ഈ ഏരിയ പുതിയ SCRT ഒക്കെ കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ അയ്യോ പഠിച്ചില്ല എന്ന് പറയരുത് കേട്ടോ. അപ്പം നമ്മുടെ ചാനലില് 5ാം ക്ലാസ് സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 7ാം ക്ലാസ് സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 9ാം ക്ലാസ്സിലത്തെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 2ാമത്തെ പാർട്ടില് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ 5ാം ക്ലാസ് സയൻസ്, 7ാം ക്ലാസ് സയൻസ്, 9ാം ക്ലാസ് സയൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും കമന്റ് കൂടി ചെയ്തിട്ട് പോകുക കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു, ബൈ.